ഇതാണ് നമ്മുടെ 7.5 HP കാവേരി പവർ വീഡർ. ഈ മെഷീൻ ഇപ്പോൾ നമ്മൾ നല്ല വമ്പൻ വിലക്കുറവിലാണ് കൊടുക്കുന്നത്. വില നോക്കുവാണെങ്കിൽ വെറും 34,990 രൂപ മാത്രം. 34,990 രൂപ മാത്രം. അതും 5000 ഡിസ്കൗണ്ടിൽ ഈ മെഷീൻ മാത്രമല്ല, ഈ കാണുന്ന അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ഈ 34,990 ഈ സാധനങ്ങളെല്ലാം കൂട്ടിയാണ് കൊടുക്കുന്നത്. ഇത് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഈ ലെവലർ, അതുപോലെ ഈ ബ്ലേഡുകൾ, പിന്നെ നമ്മുടെ 2 ബ്ലേഡ് ഉണ്ടല്ലേ? 2 ബ്ലേഡ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന റിഡ്ജർ. ഈ റിഡ്ജർ നമുക്ക് ഭാരം കുറയാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അടക്കമാണ് ഈ 34. എല്ലാം അടക്കമാണ് ഈ പൈസ കിട്ടുന്നത്. മൾട്ടിപർപ്പസ് ആയിട്ടുള്ള മെഷീനാണ്. വെറുതെ കിളയ്ക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല, നമുക്ക് ലെവലർ വെച്ചിട്ട് ജസ്റ്റ് മണ്ണ് ലെവൽ ചെയ്തിടാനും, അതുപോലെ നമുക്ക് നമ്മുടെ കലപ്പ, നമ്മുടെ റിഡ്ജർ വെച്ചിട്ട് നമുക്കൊന്ന് മണ്ണ് ഭാരം കോരാനും, അല്ലെങ്കിൽ നമ്മുടെ ഈ പച്ചക്കറി കൃഷി ഉണ്ടല്ലോ, അതിലല്ലെങ്കിൽ നമ്മുടെ കപ്പ കൃഷിയൊക്കെ അവിടെ ഈ തടം എടുക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ തെങ്ങിന് തടം എടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. തെങ്ങിന് തടം എടുക്കാനും യൂസ് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറുകിട കർഷകന് അത്യാവശ്യം എല്ലാ പരിപാടികളും ഇത് നടക്കും. അതെ, നമുക്കൊരു 1 ലിറ്റർ പെട്രോൾ ഒരു മണിക്കൂർ വരെ നമുക്ക് പ്രവർത്തിപ്പിക്കാം. ഒരേക്കറൊക്കെ ചെയ്യാൻ 3-3.5 മണിക്കൂർ മതി അല്ലേ? 3-3 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. ഒരു 500 രൂപ ഒന്നും കോസ്റ്റ് വരികയല്ലേ? ഇല്ല, ഇപ്പൊ നമ്മൾ മാനുവലായിട്ട് നോക്കുവാണെങ്കിൽ ആൾക്കാരെ വെച്ച് ചെയ്യിക്കുന്നതിനേക്കാളും ഒരു 10-1 മാത്രമേ ഇതിന് നമുക്ക് ചിലവ് വരുന്നുള്ളൂ. ലേഡീസിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലേഡീസിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ലിവർ ഒന്ന് ലൂസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അവരവന്റെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇപ്പൊ ചില മെഷീൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വിട്ടാൽ തന്നെ അങ്ങനെ ഓടിപ്പോകും. പക്ഷേ അങ്ങനെ തന്നെ പോകും. പക്ഷെ ഇതിനങ്ങനെ പ്രശ്നമില്ല, കാരണം നമ്മൾ ഇതിനകത്ത് സേഫ്റ്റി ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. സോ അതുള്ളതുകൊണ്ട് നമ്മൾ ആ ക്ലച്ച് ജസ്റ്റ് വിട്ടാൽ മതി, മെഷീൻ താനെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇതിന്റെ സസ്പെൻഷൻ മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന സസ്പെൻഷൻ മോഡൽ ഡബിൾ സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത്. സാധാരണ മാർക്കറ്റിലൊക്കെ നമുക്ക് സസ്പെൻഷനുള്ള മോഡൽ ഉണ്ടാവത്തില്ല. രണ്ട് സസ്പെൻഷൻ ഉണ്ട്, ഡബിൾ സസ്പെൻഷനാണ്. അപ്പൊ ഈ സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈബ്രേഷൻ കുറവായിരിക്കും. നമ്മുടെ കയ്യിൽ നിൽക്കും. വൈബ്രേഷൻ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഓട്ടിക്കുമ്പോൾ ഉള്ള ഈ കാലയൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഈ ബോഡി പെയിൻ കാര്യങ്ങൾ, അല്ല സ്പെയർ പാർട്സിന്റെ ഡാമേജ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് മറ്റേ നമ്മൾ മരുന്നൊക്കെ അടിക്കാനായിട്ടുള്ള അറ്റാച്ച്മെന്റ്, HT പമ്പ് അറ്റാച്ച്മെന്റ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മരുന്ന് അടിക്കാനൊക്കെ യൂസ് ചെയ്യാം. ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് അല്ല, നമ്മൾ എക്സ്ട്രാ അറ്റാച്ച് ചെയ്യുന്നതാണ്. എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും സ്പൈറൽ റിഡ്ജസ്. അതായത് നമുക്ക് മണ്ണ് നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയിടാൻ വേണ്ടിയിട്ട് ഈ സ്പൈറൽ റിഡ്ജസ് യൂസ് ചെയ്യാം. ഇത് രണ്ടും. ഇതാണ് നമ്മുടെ കട്ടിംഗ് റോട്ടറി എന്ന് പറയും. കുറച്ച് ഹൈറ്റുള്ള പുല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഗേജ് വീൽ എന്ന് പറയും. അതായത് നമുക്ക് പാടത്തൊക്കെ ഒരുപാട് നെൽകൃഷി അങ്ങനെയുള്ളിടത്തല്ല, നമുക്ക് കുറച്ച് പൂഴ്ന്നു പോണ മണ്ണൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗേജ് വീൽ യൂസ് ചെയ്യാം. ഈ 3 അയൺ വീലാണ്. നമുക്ക് പല സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ച് ഗ്രിപ്പൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വീൽസ് ആണ് അത് 3 അയൺ വീൽസ്. നമുക്ക് ഇത് കൂടാതെ വേറെ മോഡൽസ് ഉണ്ടോ? നമുക്ക് 6 HP മോഡൽ വരുന്നുണ്ട്. പിന്നെ ഇത് 7.5 HP. ഇതിന്റെ മുകളിൽ നമുക്ക് 9 HP ഉണ്ട്, 11 HP ഉണ്ട്, അങ്ങനെ പല മോഡൽസ് ഉണ്ട്. അങ്ങനെ വലിയ ആപ്ലിക്കേഷൻ ഒക്കെ ഉള്ള മോഡൽസ് ഉണ്ട്.